നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സുജാനിൽ. പ്രധാന വാർത്തകൾ. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതി അടുത്ത വർഷത്തോടെ ലക്ഷ്യത്തിലെത്തുമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. ചരിത്രമുറങ്ങുന്ന പഴയ കടൽപ്പാലം സ്മാരകമായി നിലനിർത്തി പകരം പുതിയ കടൽപ്പാലം നിർമ്മിക്കുവാൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചു. തെരുവ് നായ്ക്കൾക്ക് കൂടൊരുക്കുവാൻ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുവാൻ നഗരസഭാ അടിയന്തര കൌൺസിൽ യോഗം തീരുമാനിച്ചു. ജീവനക്കാരുടെ പെൻഷൻ ചുമതല കേരള ബാങ്കിന് നൽകി ഉത്തരവിറക്കിയ LDF സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് ആഹ്ലാദ പ്രകടനം നടത്തി. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതി അടുത്ത വർഷത്തോടെ ലക്ഷ്യത്തിലേക്ക് എത്തുമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. അറവുകാട് സ്കൂളിൽ നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതി അടുത്ത വർഷത്തോടെ ലക്ഷ്യത്തിലെത്തുമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. അറവുകാട് സ്കൂളിൽ പൂർത്തിയാക്കുന്ന സ്റ്റേഡിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ബാക്കിയുള്ള പഞ്ചായത്തുകളിൽ കൂടി കളിക്കണമെന്നുള്ള പണം ഈ ബഡ്ജറ്റിലും അനുവദിച്ചു. അപ്പോൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അടുത്ത വർഷത്തോടുകൂടി നമ്മളെത്തുമെന്നുള്ള പ്രതീക്ഷയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വിദ്യാർത്ഥികളിൽ നമ്മുടെ പൊതുസമൂഹത്തിൽ കായിക സാക്ഷരത ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു. കായിക സാക്ഷരതയിലൂടെ മാത്രമേ കായിക ക്ഷമത കൈവരിക്കാൻ കഴിയൂ എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ കായിക ക്ഷമതയുടെ കുറവ് നല്ല രീതിയിൽ നമ്മളെ ബാധിക്കുന്നു. 70% വരുന്ന മരണനിരക്കിൽ നമ്മൾ കണ്ടെത്തിയത് കായികമായിട്ടുള്ള എക്സസൈസ് അടക്കമുള്ള കാര്യങ്ങളിൽ വന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് സ്വന്തമായി കളിക്കളമില്ലാത്ത 465 പഞ്ചായത്തുകളിൽ 160 എണ്ണത്തിൽ കളിക്കളം പൂർത്തിയാക്കി. ബാക്കിയുള്ളവയ്ക്കായി ഈ വർഷത്തെ ബജറ്റിൽ തുക വകയിരുത്തി. 14ാം പഞ്ചവത്സര പദ്ധതിയിൽ പഞ്ചായത്ത് വിഹിതത്തിന്റെ 20% കായിക മേഖലയ്ക്കായി മാറ്റിവെക്കുവാനും ഉത്തരവിറക്കി. ഇതുവഴി ഇൻഡോർ സ്റ്റേഡിയങ്ങൾ, വനിതകൾക്കുള്ള പ്രത്യേക കളിക്കളങ്ങൾ, കായിക ടീമുകളുടെ രൂപീകരണം, പരിശീലകരുടെ നിയമനം എന്നിവ തദ്ദേശ തലത്തിൽ ഉറപ്പാക്കി കേരളത്തെ കായിക സാക്ഷരതയുള്ള സംസ്ഥാനമായി മാറ്റുവാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ H. സലാം MLA അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M. മനീഷ്, പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റാണി ഹരിദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിഷ്ണു പ്രസാദ്, ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് VG വിഷ്ണു, പഞ്ചായത്ത് അംഗം ഗീതാ ബാബു, അറവുകാട് ക്ഷേത്രയോഗം പ്രസിഡന്റ് S. കിഷോർ കുമാർ, സെക്രട്ടറി PT. സുമിത്രൻ, പ്രധാന അധ്യാപകരായ R. ബിന്ദു, PK. സജന, JM. മിനിമോൾ, PTA പ്രസിഡന്റ് അബ്ദുൾ ഷുക്കൂർ എന്നിവർ സംസാരിച്ചു. സ്കൂൾ മാനേജർ ബിനീഷ് ബോയി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ചരിത്രമുറങ്ങുന്ന പഴയ കടൽപ്പാലം സ്മാരകമായി നിലനിർത്തി പകരം പുതിയ കടൽപ്പാലം നിർമ്മിക്കുവാൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചു. ചരിത്രമുറങ്ങുന്ന പഴയ കടൽപ്പാലത്തിന് സമീപം പുതിയ കടൽപ്പാലത്തിന്റെ നിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നതോടെ ആവേശത്തിലാവും ആലപ്പുഴ. കിഴക്കിന്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ ബീച്ചിലെ ചരിത്രമുറങ്ങുന്ന പഴയ കടൽപ്പാലം സ്മാരകമായി നിലനിർത്തി പകരം പുതിയ കടൽപ്പാലം നിർമ്മിക്കുവാൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചതായി അധികൃതർ അറിയിച്ചു. 160 വർഷത്തിലേറെ പഴക്കമുള്ള പഴയ പാലം ജീർണിച്ച് തൂണുകൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. അതിന് സമാന്തരമായി 300 മീറ്റർ നീളത്തിലും 5 മീറ്റർ വീതിയിലുമുള്ള കടൽപ്പാലമാണ് പുതിയതായി ഇവിടെ നിർമ്മിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആലപ്പുഴ മുസിരീസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി കിഫ്ബിയിൽ നിന്ന് 20 കോടി രൂപ ചെലവിലാണ് കടൽപ്പാലത്തിന്റെ നിർമ്മാണം നടത്തുന്നത്. വ്യൂ പോയിന്റ്, റെസ്റ്റോറന്റ്, സ്റ്റോളുകൾ എന്നിവ സഹിതമാണ് പുതിയ പാലം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതിനായി 12 മീറ്റർ നീളവും 6 മീറ്റർ വീതിയിലുമുള്ള പ്രത്യേക ഭാഗം പുതിയ കടൽപ്പാലത്തിൽ നിർമ്മിക്കും. ആലപ്പുഴയുടെ മുഖമുദ്രയായിരുന്ന പഴയ കടൽപ്പാലം ഒരു കാലത്ത് തുറമുഖത്തിന്റെ പ്രധാന ഘടകവും സഞ്ചാരികളുടെ മുഖ്യ ആകർഷണ കേന്ദ്രവും ചലച്ചിത്ര പ്രവർത്തകരുടെ പ്രിയപ്പെട്ട ലൊക്കേഷനുകളും എന്നീ നിലകളിലെല്ലാം തന്നെ ശ്രദ്ധേയമായിരുന്നു. നിലവിൽ ജീർണിച്ച ഇല്ലാതായ കടൽപ്പാലത്തിന് പകരം പുതിയ കടൽപ്പാലം നിർമ്മിക്കുന്നതോടെ ഒട്ടേറെ പ്രതീക്ഷകളുമാണ് തീരത്ത് അലയടിക്കുന്നത്. പുതിയ കടൽപ്പാലവുമായി ബന്ധപ്പെട്ട കരാറും രൂപരേഖയും നേരത്തെ തന്നെ തയ്യാറായിരുന്നു. പാരിസ്ഥിതിക അനുമതിക്കായി കാക്കുകയായിരുന്നു നാളിതുവരെ. സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് ഏതാനും മാസം മുമ്പ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് പുതിയ കടൽപ്പാലം നിർമ്മിക്കുന്നതിനുള്ള അനുമതിക്കായി ശുപാർശ നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ പദ്ധതിക്കായി നേരത്തെ തന്നെ സാങ്കേതിക സമിതിയും രൂപീകരിച്ചിരുന്നു. ഇപ്പോൾ കേന്ദ്ര അനുമതി ലഭിച്ചതോടെ എത്രയും വേഗം കടൽപ്പാലത്തിന്റെ നിർമ്മാണത്തിലേക്ക് കടക്കാനാകും അധികൃതർ ശ്രദ്ധിക്കുക. പുതിയ കടൽപ്പാലത്തിന്റെ പണി പൂർത്തിയായ ശേഷം പാസഞ്ചർ കാർഗോ കപ്പലുകൾക്ക് അടുക്കുവാനുള്ള ബെർത്തും
സാങ്കേതിക സമിതിയുടെ ആലോചനയിലുണ്ട്. തുറമുഖ വകുപ്പായിരിക്കും ഇവ നിർമ്മിക്കുക. ഇതിന്റെ നിർമ്മാണവും നടക്കുന്നതോടെ ആലപ്പുഴയിലേക്ക് കപ്പലുകളിൽ സഞ്ചാരികൾക്ക് എത്താനാകുന്നതോടൊപ്പം കടൽ വഴിയുള്ള ചരക്ക് നീക്കത്തിന് വീണ്ടും സാധ്യത തെളിയും. അത്തരത്തിൽ ഗതകാല സ്മരണകൾ ഉണർത്തുന്ന വിധം ആലപ്പുഴ കടൽപ്പാലത്തിന്റെ നിർമ്മാണം ആലപ്പുഴക്കാർക്ക് എന്നതുപോലെ തന്നെ ബീച്ചിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്കും ആവേശമുണർത്തും. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. തെരുവ് നായ്ക്കൾക്ക് കൂടൊരുക്കുവാൻ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുവാൻ നഗരസഭാ അടിയന്തര കൗൺസിൽ യോഗം തീരുമാനിച്ചു. സുപ്രീം കോടതി വിധി പ്രകാരം തെരുവ് നായകൾക്ക് കൂടൊരുക്കുവാൻ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുവാൻ നഗരസഭാ അടിയന്തര കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി. തെരുവ് നായ്ക്കളിൽ കണ്ടുവരുന്ന ത്വക്കുരോഗം തടയുവാൻ നഗരസഭയുടെ ചെലവിൽ പ്രതിരോധ മരുന്ന് നൽകും. സിംബാരിക്ക എന്ന ഗുളികയാണ് തെരുവ് നായ്ക്കൾക്ക് കൊടുക്കുക. ചരിത്ര സ്മരണ നിറഞ്ഞ പുലയൻ വഴി എന്ന പേര് അതുപോലെ തന്നെ തുടരുവാനും കൗൺസിൽ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ജാതി പേരുകൾ നീക്കം ചെയ്യണമെന്ന നിർദ്ദേശമുള്ളതിനാൽ പ്രത്യേക അജണ്ടയെ ഉൾപ്പെടുത്തിയതായി ഇത് സംബന്ധിച്ച് നഗരസഭാ സെക്രട്ടറി കൗൺസിലിൽ വിശദീകരണം നൽകി. തുടർന്നായിരുന്നു ചർച്ചയും തീരുമാനവും. പുലയൻ വഴി എന്ന പേര് മാറ്റുന്നതിനെ എതിർക്കുന്നവരുമുണ്ടെന്ന് യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. നഗരസഭാ ചെയർപേഴ്സൺ മോളി ജേക്കബിന്റെ അധ്യക്ഷതയിൽ കൂടിയ അടിയന്തര കൗൺസിൽ യോഗത്തിൽ നഗരസഭാ ഉപാധ്യക്ഷൻ ജോസ് ചെല്ലപ്പൻ, പ്രതിപക്ഷ നേതാവ് വി ജി വിഷ്ണു, സ്ഥിരം സമിതി അധ്യക്ഷരായ എ എം നൌഫൽ, സി ജ്യോതിമോൾ, എൽ മായ, എസ് ഫൈസൽ, UDF പാർലമെന്ററി പാർട്ടി ലീഡർ ആർ ജോഷിരാജ്, സൗമ്യരാജ്, കെ കെ ജയമ്മ, മറ്റു കൌൺസിലർമാർ, നഗരസഭാ സെക്രട്ടറി സനിൽ ശിവൻ എന്നിവർ സംസാരിച്ചു. ജീവനക്കാരുടെ പെൻഷൻ ചുമതല കേരള ബാങ്കിന് നൽകി ഉത്തരവിറക്കിയ LDF സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് ആഹ്ലാദ പ്രകടനം നടത്തി. കേരള ബാങ്കിലെ ജീവനക്കാരുടെ പെൻഷൻ ചുമതല കേരള ബാങ്കിനെ ഏൽപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കി ജീവനക്കാർക്ക് ഏറെ സുരക്ഷിതത്വം ഉറപ്പാക്കിയ LDF സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് ആഹ്ലാദ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. കേരള ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കേരള ബാങ്ക് ആലപ്പുഴ റീജിയണൽ ഓഫീസിന് മുന്നിൽ നടത്തിയ ആഹ്ലാദ പ്രകടന യോഗം കേരള ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ടി പ്രേംനാഥ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ചിരകാല അഭിലാഷമാണ് നമ്മൾ സാക്ഷാത്കരിച്ചിരിക്കുന്നത്. കേരളത്തിലെ സഹകരണ ബാങ്കിങ് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യപ്രാപ്തിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അത് മുഴുവൻ ജീവനക്കാരുടെയും അതുപോലെ തന്നെ പെൻഷൻ കിട്ടിയ ജീവനക്കാരുടെയൊക്കെ അസാന്ത പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇത് സാധിച്ചിട്ടുള്ളത്. നമ്മൾ ഈ സമയത്ത് ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം. ഇത് കേരള ഗവൺമെന്റിന്റെ കൂടെ ഒരു ഇച്ഛാശക്തിയുടെ നേട്ടമാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ജനക്ഷേമ പരിപാടികളുടെ ഒരു ഭാഗം കൂടിയാണ് നമ്മുടെ ബാങ്കിലെ ജീവനക്കാർക്ക് കേരള ബാങ്കിലൂടെ പെൻഷൻ കൊടുക്കുക എന്നുള്ള മുദ്രാവാക്യം സാക്ഷാത്കരിച്ചത് കണ്ടതുപോലെ കാണുന്നു. ആ ജനക്ഷേമ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന പിണറായി വിജയൻ സർക്കാരിനായി നമ്മൾ ആദ്യമായിട്ട് അഭിവാദ്യം അർപ്പിക്കുകയാണ്. ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി KN ചന്ദ്രബാബു യോഗത്തിന് സ്വാഗതം പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗം KR വിജയൻ, PM പ്രമോദ്, MK മോഹൻകുമാർ, CC വർഗീസ്, CM മധു എന്നിവർ സംസാരിച്ചു. ആഹ്ലാദ പ്രകടന യോഗത്തിന് ശേഷം പ്രവർത്തകർക്ക് മധുരപലഹാര വിതരണവും നടന്നു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വിരമിച്ച മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിരമിച്ച മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു. മത്സ്യത്തൊഴിലാളികളുടെ പെൺമക്കൾക്കുള്ള വിവാഹ ധനസഹായമായി 25,000 രൂപ വീതം 54 പേർക്കും 26 കുടുംബങ്ങൾക്ക് 15,000 രൂപ വീതമുള്ള മരണാനന്തര ധനസഹായം, 2 പേർക്ക് 10 ലക്ഷം രൂപ വീതമുള്ള ഇൻഷുറൻസ് ധനസഹായം, 5,000-ൽ പരം പേർക്ക് 2,500 രൂപ മുതൽ 7,500 രൂപ വരെ 1.75 കോടി രൂപ വരെയുമാണ് വിതരണം ചെയ്തത്. H. സലാം MLA ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സമൂഹ ചരിത്രത്തിൽ ആദ്യമായി ഈ ഗവൺമെന്റ് കാലത്ത് വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിച്ച് നടപ്പാക്കപ്പെടുന്നു എന്ന വളരെയേറെ അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാം ഒരുമിച്ച് എത്തിയിട്ടുള്ളത്. അങ്ങേയറ്റം കേരളത്തിലെ സർക്കാരിനെ, ഈ സമൂഹത്തിന് വേണ്ടി ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ട സർക്കാരിനെയും അതുപോലെ ക്ഷേമനിധി ബോർഡിനെയും ഹൃദയം നിറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമ്മുടെ മേഖലയിലെ തൊഴിൽപരമായ സാഹചര്യം, അതിൻ്റെ പ്രയാസം, നമ്മുടെ കുടുംബങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രാരാബ്ദങ്ങളൊക്കെ നമുക്ക് തമ്മിൽ അറിയുന്നവരാണ്. അത് ഓരോ തരത്തിൽ എങ്ങനെയാണ് നമുക്ക് ലഘൂകരിക്കാൻ പറ്റുന്നത്, പരിഹരിക്കാൻ പറ്റുന്നത് എന്ന കാര്യം ഓരോ കാലത്തും ആലോചിച്ച് ഓരോരോ പുതിയ പുതിയ തീരുമാനം പൊതുവെ നമുക്ക് കൈക്കൊള്ളാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇവിടെ വണ്ടാനം ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മത്സ്യത്തൊഴിലാളി കടാശ്വാസ കമ്മീഷൻ അംഗം C. ഷാംജി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് R. രാഹുൽ, അംഗം AR. കണ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M. മനീഷ്,
അംഗം ടി ഷാജിമോൻ, പഞ്ചായത്ത് അംഗം ഷീജ നൌഷാദ്, മത്സ്യ സംസ്കരണ തൊഴിലാളി യൂണിയൻ CITU ദേശീയ കൌൺസിൽ അംഗം യു രാജുമോൻ, ഫിഷറീസ് ഓഫീസർ മേരി ചെറിയാൻ എന്നിവർ സംസാരിച്ചു. ക്ഷേമനിധി ബോർഡ് റീജിയണൽ എക്സിക്യൂട്ടീവ് PR കുഞ്ഞച്ചൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. അത്യാസന്ന നിലയിലടക്കം ആശുപത്രിയിലേക്ക് എത്തുന്നവരുടെ നടുവൊടിച്ച് ദുരിതം ഇരട്ടിയാക്കിയിട്ടും നിരവധി പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടും ആശുപത്രിയിലേക്ക് എത്തുന്ന പ്രധാന റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ അമർഷം ശക്തമാകുന്നു. ഒരു റോഡ് എത്രത്തോളം താറുമാറാകാം എന്നതിന്റെ നേർക്കാഴ്ച കാണണമെങ്കിൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയാൽ മതിയെന്നാണ് നാട്ടുകാരും ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികളും ജീവനക്കാരടക്കം പരിഹസിക്കുന്നത്. അത്യാസന്ന നിലയിലടക്കം ആശുപത്രിയിലേക്ക് എത്തുന്നവരുടെ നടുവൊടിച്ച് ദുരിതം ഇരട്ടിയാക്കിയിട്ടും റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടും നിരവധി പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടും ആശുപത്രിയിലേക്കുള്ള പ്രധാന റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തത് ഇവിടേക്കെത്തുന്ന രോഗികളോടും അവരുടെ കൂട്ടിരിപ്പുകാരോടുമുള്ള വെല്ലുവിളിയാണെന്നാണ് നാട്ടുകാർ ആക്ഷേപം ഉന്നയിക്കുന്നത്. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പ്രധാന കവാടത്തിൽ നിന്നും അത്യാഹിത വിഭാഗത്തിലടക്കം എത്തുന്ന രോഗികൾക്ക് കൂടുതൽ ദുരിതം സമ്മാനിക്കുന്ന തരത്തിലാണ് നിലവിൽ റോഡിന്റെ അവസ്ഥ. ഏറെ നാളായി ഈ ദുരിതം ഇത്തരത്തിൽ തുടർന്നിട്ടും എന്തുകൊണ്ടാണ് ആശുപത്രി അധികൃതരോ ജനപ്രതിനിധികളോ അടിയന്തര നടപടി സ്വീകരിക്കാത്തതെന്ന് വ്യക്തമാക്കണമെന്ന ആവശ്യവും ഇപ്പോൾ ശക്തമാകുന്നുണ്ട്. ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകളാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിവിധ ചികിത്സകൾക്കായും പരിശോധനകൾക്കായും ശസ്ത്രക്രിയകൾക്കായും എത്തുന്നതെന്നിരിക്കെ ഇത്രയും ഗൗരവമേറിയ വിഷയത്തിൽ എന്തുകൊണ്ടാണ് അധികൃതർ മൗനം പാലിക്കുന്നതെന്നും നാട്ടുകാർ ചോദിക്കുന്നു. ഒരു വശത്ത് മനുഷ്യന്റെ സ്വതന്ത്രമായ സഞ്ചാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുകയും മറുവശത്ത് സഞ്ചരിക്കുവാനുള്ള റോഡുകൾ തകർന്നു കിടന്നിട്ടും കണ്ണടച്ച് ഇരുട്ടാക്കുന്ന സമീപനം സ്വീകരിക്കുന്നതും ഏത് സിസ്റ്റത്തിന്റെ പോരായ്മയാണെന്നും ഏവരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെ അപകടത്തിൽപ്പെട്ട് സാരമായി പരിക്കുമായി ഈ റോഡ് വഴി ആംബുലൻസിൽ സഞ്ചരിച്ച് അത്യാഹിതത്തിലെത്തുന്ന രോഗി കൂടുതൽ അത്യാസന്ന നിലയിലേക്ക് എത്തുന്ന ഗൗരവവും കണക്കിലെടുത്ത് ആശുപത്രിയുടെ പ്രധാന കവാടം മുതലുള്ള ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കുവാൻ അടിയന്തര നടപടി ബന്ധപ്പെട്ട അധികൃതർ കൈക്കൊള്ളണമെന്ന ആവശ്യവും ഇപ്പോൾ ശക്തമാകുന്നുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതി അടുത്ത വർഷത്തോടെ ലക്ഷ്യത്തിലെത്തുമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. ചരിത്രമുറങ്ങുന്ന പഴയ കടൽപ്പാലം സ്മാരകമായി നിലനിർത്തി പകരം പുതിയ കടൽപ്പാലം നിർമ്മിക്കുവാൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചു. തെരുവ് നായ്ക്കൾക്ക് കൂടൊരുക്കുവാൻ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുവാൻ നഗരസഭ അടിയന്തര കൌൺസിൽ യോഗം തീരുമാനിച്ചു. ജീവനക്കാരുടെ പെൻഷൻ ചുമതല കേരള ബാങ്കിന് നൽകി ഉത്തരവിറക്കിയ LDF സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് ആഹ്ലാദ പ്രകടനം നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.